മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടയം DCC അധ്യക്ഷൻ ടോമി കല്ലാനി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മനസാക്ഷിയില്ലാത്തവനാണെന്നും അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിക്കാരോട് തനിക്ക് സഹതാപമാണുള്ളതെന്നും DCC അധ്യക്ഷന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ സുഹൃത്തും വിസ തട്ടിപ്പ് കേസിലെ പ്രതിയുമായ ഉതുപ്പ് വർഗീസ് ടോമി കല്ലാനിയുടെ ബന്ധു ജോജിയെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മളെ കാര്യമൊന്നും ആയില്ല, അത് കൊടുക്കും, ഞാൻ ഉള്ളേ പോകും. ചാർജ് കൊടുത്തുന്നേ, അത് പുള്ളിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ഞാൻ ജിക്കുവും ഈ വെസ്റ്റ് CI കൂടെ പുതുപ്പള്ളി വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. ഇത് ജിക്കു നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തേക്കുന്നത്, പൈസ മേടിച്ചോണ്ട് ജിക്കു നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റാൻ പ്രാണിയുള്ള ആള് മുഖ്യമന്ത്രിയാണ്. അല്ല, എന്നാലും ടോമിച്ചായ ഒരു സത്യമില്ലേ ടോമിച്ചായ അതിനകത്ത്? സത്യത്തിന് ഈ രാജ്യത്ത് ഒരു വിധിയില്ല. നിങ്ങളുടെ നാട്ടില് സത്യവും ഇല്ല, നീതി ഇല്ല. എന്റെ പൊന്നു ജോജി, അങ്ങനെയൊക്കെ പറയാതെ സത്യം ഉണ്ടെങ്കിൽ അനീതി രാജ്യത്ത് നടക്കോ? അല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ നടന്ന ഒരുത്തരെ പ്രതിയാക്കുവോ? പൈസ ഇപ്പൊ അവന്മാർക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് മേടിക്കാനുള്ള കാശുണ്ട്. പിന്നെ ഈ ഒന്നുമില്ലാത്തവന്റെ തലയുടെ ബോളിൽ കയറി താണ്ട് ഓടുക. മോനെ, അയാളുടെ മനസാക്ഷി, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി ഇളകട്ടെ. എവിടെ ഇളവും? എനിക്ക് ഭാര്യയുണ്ട്, പിള്ളേരും ഇല്ലേ. ഞാൻ ഞാൻ നീ പറയുന്ന കേക്ക്, നീ ഹോസ്പിറ്റലിൽ പോയി അയാളെ കാണാം. നിങ്ങൾ എന്തിനാ എന്റെ കുഞ്ഞച്ചാ എന്നെ ഇങ്ങനെ കൊല്ലുന്നതെന്ന് ചോദിക്കേ. എത്ര പ്രാവശ്യം ചോദിച്ചു. ഇപ്പം പറയാ അയാൾ എന്താ പറയുന്നത്? ഇപ്പം പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു ചാർജ് കൊടുത്തു പോകാണ്ട് എനിക്കിനി ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. ചാർജ് കൊടുത്തു പോയാൽ മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ അധികാരം ഇല്ലേ? ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഓർഡർ അങ്ങോട്ട് ഇടാനായിട്ട് മുഖ്യമന്ത്രിക്ക് അധികാരം ഇല്ലേ? ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി പറഞ്ഞാലേ ചെയ്യുള്ളൂ. ഞാൻ തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി പറയാതെ ചെയ്യില്ല. ടോമിച്ചായ, എനിക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയുന്നത് നീ ഇതെല്ലാം വെച്ച് ഹൈക്കോടതി കൊണ്ട് റിട്ട് കൊടുക്കുക. ഹൈക്കോടതി കൊടുത്തപ്പോഴാണ് ഇവര് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു എന്നും പറഞ്ഞ എന്റെ റിട്ടേൺ ചെയ്യല്. ടോമിച്ചാൻ അറിയുന്നു ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് എഴുന്നേറ്റിരിക്കുന്ന കാശുണ്ടാവുമെന്ന്. മോനെ ജോജി, ഞാൻ പറയുന്നത് കേക്ക്. കേരള മുഖ്യമന്ത്രിയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് എവിടെ ശക്തി? ഞാൻ എന്ത് ചെയ്യും? ശക്തിയല്ലൊന്നും താഴ്മയായിട്ട് പറയരുത്. അവനെ താഴ്മയായിട്ട് അയാളുടെ 100 വശം പറഞ്ഞതാ. 100 വശം ഞാനും ബാലക്കിനും കൂടെ അയാളോട് സംസാരിച്ചതാ. അപ്പം വേണ്ട, അയാൾ പുനരന്വേഷണം ഇടാമെന്ന് അന്ന് പറഞ്ഞതാ. അത് കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടതാ. നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ജോലി, എന്റെ പൊന്നുമോനെ, ഞാൻ നിന്നോട് പറയുന്ന കേക്ക്. നീ 40-25 കൊല്ലം കൂടെ നടന്ന നിന്റെ നേതാവല്ലേ നിന്നെ കൈവിട്ടത്? ഞങ്ങളാണോ? അല്ല, അത് പുള്ളി കൈവിട്ടല്ലേ. പുള്ളിയുടെ കൂടെ നിൽക്കുന്നമാര് കാശ് മേടിച്ചേച്ച് ഞങ്ങള് അപ്പൊ കാശ് മേടിച്ച് നിന്നെ വിൽക്കുമ്പം ചെയ്യരുതെന്ന് പറയാനുള്ള ബാധ്യത ആർക്കാ? അല്ല, ഞാനൊന്ന് പറഞ്ഞല്ലോ ഒരു ബന്ധത്തിന്റെ കാര്യം. അതുപോലത്തെ കടുത്ത ബന്ധമാണ്. അതിലും മേലുള്ള ബന്ധം എന്നാ ഉള്ളത്? അപ്പൊ പിന്നെ ദൈവം നമ്മളെ ശിക്ഷിക്കട്ടെ മാനേ അവരെ. അല്ല, ഞാൻ എന്താ പറയുന്നത്? ഇപ്പൊ എന്തേ മുഖ്യമന്ത്രിയുടെ വീടിട്ട് കല്ലെറിഞ്ഞു. ആ കേസിൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. ടോമിച്ചാൻ അറിയരുത് ആരാ കല്ലെറിഞ്ഞെന്ന്? എനിക്കറിയാം. അനിയച്ചാൻ എന്നോട് പറഞ്ഞ, ജോജി, ഈ സുരേന്ദ്രനെ ജിക്കുവായിട്ട് ഞാൻ നേരത്തെ മിണ്ടുകയില്ല, നിബു ആണ് അതിന്റെ പുറകിൽ നിറഞ്ഞോടെ അവനുമായിട്ട് ഇപ്പൊ ഞാൻ മിണ്ടുകയില്ല. അനിയച്ചാൻ എന്നോട് പറഞ്ഞ. ഇതാരാ എറിഞ്ഞത്? ഇപ്പം അനിയച്ചാൻ എന്നോട് പറഞ്ഞ നിബുവിന്റെ ഇടപാടാന്നാ പറഞ്ഞേ. അവിടെ ആ CPM-കാർ രണ്ടുപേരെ കൊടുക്കാൻ വേണ്ടി, സജേഷ് തങ്കപ്പനെയും പിന്നെ വേറെ ബബിത്തിനെയും കൂടെ കൊടുക്കാൻ വേണ്ടി ഈ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ട് അറിയിച്ചതാന്നുള്ള രീതിയിലാണ് അനിയച്ചാൻ എന്നോട് പറഞ്ഞത്. അവര് ഇൻഷുറൻസിൽ നിന്ന് 3000 രൂപ കാശും മേടിച്ചല്ലോ കാറിന്റെ. ഇൻഷുറൻസിൽ നിന്ന് കാശ് മേടിച്ച് കഴിഞ്ഞിട്ട് കേസ് എങ്ങനെയാ റൈറ്റ് ഓഫ് ചെയ്യുന്നേ? എന്നെ ചോദ്യം ചെയ്ത കേസ് എനിക്ക് അറിയാനുള്ള അധികാരമില്ല. ഞാൻ അതിനും പോകുന്നില്ലല്ലോ. എന്നെ വിളിച്ച് അവിടെ SP ഓഫീസിന്റെ അപ്പുറത്തെ മുറിയിൽ നിർത്തി നല്ല ഒന്നാമത്തരായിട്ട് ചോദ്യം ചെയ്താ. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. കാര്യം എല്ലാവർക്കും അറിയാം ആരാ എറിഞ്ഞെന്ന്. പിന്നെ ഒരു വേണമെന്ന് എത്തിക്കാൻ വേണ്ടി എന്നെ വരെ വിളിച്ച് ചോദിച്ചു. മോനെ ജോജി, അങ്ങാര് പറയാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുനരന്വേഷണം ഇടില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? വെടിവെച്ച് കൊല്ലണ്ട, അങ്ങാരോടൊന്നും പറയരുതോ. മോനെ, വീണ്ടും ഞങ്ങൾ ഇനിയും പറയാം. വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്നെ വെടിവെച്ച കേസിൽ നീതിയുണ്ടോ? എനിക്കില്ലല്ലോ. വെടിവെച്ച കേസിൽ 4 വർഷം ആകാൻ പോലെ. സത്യം പറയാൻ എനിക്ക് നിങ്ങൾ പുതുപ്പള്ളിക്കാരെ പറ്റി എനിക്ക് സഹതാപമാണ്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ല, എന്നെ വെടിവെച്ച കേസിൽ പോലും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ പേരിൽ ഇപ്പൊ 6 കള്ളക്കേസ് കൂടി എടുത്തേക്കുക. എന്നാ ചെയ്യാനാ ഞാൻ?
ഞാനും എന്റെ ഭാര്യയും പിള്ളേരും അങ്ങനെ ജീവിക്കും. പൈസ മോനെ, നീ എന്റെ പൊന്നു മാനെ, നീ വിഷമിക്കാതെ അവിടെ ഇരി. നമ്മൾ വീണ്ടും സംസാരിക്കാം. നീ വിഷമിക്കാതെ അവിടെ ഇരിക്കുക. ശരി എന്നാ, ശരി എന്നാ, ഓക്കെ. വളരെ വ്യക്തമായ രീതിയിൽ ടെലിഫോൺ സംഭാഷണം ഉദിപ്പ് വർഗീസ്, ടോമി കല്ലാനിയുടെ, കോട്ടയം DCC അധ്യക്ഷൻ ടോമി കല്ലാനിയുടെ ബന്ധു ജോജിയും ഒപ്പം തന്നെ ടോമിയും കല്ലാനിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണമാണ് കേട്ടത്. വിശദാംശങ്ങൾ ദിനകറിലേക്ക് പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ തേടുന്നതിന് വേണ്ടി ഒരുപക്ഷെ ദിനകർ, അവിടെ മുഖ്യമന്ത്രിയും ഒപ്പം ഉദിപ്പ് വർഗീസും തമ്മിലുള്ള ചില അവിഹിത ബന്ധങ്ങൾ പലകുറി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പല രീതിയിൽ അത് വെളിവാകുകയും തെളിവൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ, കാരണം ടോമി കല്ലാനിയാണ് DCC അധ്യക്ഷനാണ്, അദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങൾ ജോജിയോട് തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നത്. പല കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. ഇതിൻ്റെ ഉള്ളറയിലേക്ക് പരിശോധിച്ചാൽ എന്താണ് വ്യക്തമാകുന്നത്? പ്രജിഷ്, നമ്മൾ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ട രീതിയിൽ 2013 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇതിന് പിന്നിലെ സംഭവം എന്ന് പറയുന്നത് ജോജി, അതായത് പുതുപ്പള്ളിക്കാരനും ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയുമായിട്ടുള്ള ജോജി, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയും വിസ തട്ടിപ്പ് കേസിൽ പ്രതി, കോടിക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും മുങ്ങിയ കേസിലെ പ്രതി ഉദിപ്പ് വർഗീസുമായിട്ടുള്ള വൈരാഗ്യമാണ് ഇതിലേക്ക് ഈ കഥയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ. ഈ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് എത്തിയത് ജോജിയും ഉദിപ്പ് വർഗീസും തമ്മിൽ തെറ്റുന്നു. ഇതേ തുടർന്ന് 2009 ഉദിപ്പ് വർഗീസ് ജോജിയെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും പിന്നാലെ ഉണ്ടാകുന്നു. എന്നാൽ തുടർന്ന് ജോജിയുമായുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ജോജിക്കെതിരെ നിരന്തരം കള്ളപ്പരാതികൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കള്ളപ്പരാതികൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജോജി തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ സംഭാഷണത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മനസാക്ഷി ഇല്ലാത്തവരാണെന്നും അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിക്കാരോട് തനിക്ക് സഹതാപമാണ് ഉള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നീതി നിലനിൽക്കുന്നില്ല എന്ന് കൂടിയാണ് DCC പ്രസിഡന്റ് ആയിട്ടുള്ള ടോമി കല്ലാനി ജോജിയോട് പറഞ്ഞു വെക്കുന്നത്. കാരണം ജോജി ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് തനിക്ക് ജീവിക്കണം, കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം ഉദിപ്പ് വർഗീസും മുഖ്യമന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള അന്ന് ജിക്കുമോൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണ്, തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഏത് വിധേനയും തന്നെ കള്ളക്കേസിൽ നിന്നും ഊരിയെടുക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാനുള്ളൊരു സഹായം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ജോജി ടോമി കല്ലാനിയുമായി ബന്ധപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ടോമി കല്ലാനി പറയുന്നത്. ഒരു പക്ഷേ ദിനകർ അവിടെ പരിശോധിച്ച, കാരണം ടോമി കല്ലാനി പോലും ആവർത്തിച്ച് പറയുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിവാക്കുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരിക്കണം ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയും ഉദിപ്പ് വർഗീസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു കാഠിന്യം. അതുകൊണ്ടായിരിക്കുമോ ജോജിയോട് കാര്യങ്ങൾ ഇത്രത്തോളം അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്. മാത്രവുമല്ല, കേസ് സംബന്ധിച്ച് അതിൻ്റെ ഗ്രാവിറ്റി പരിശോധിച്ചാൽ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഒന്നും പോകുന്നില്ല. അതേസമയം മറുവശത്ത് കള്ളക്കേസ് കൂടുതൽ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള വേട്ടയാടൽ, രണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ ഉദിപ്പുമായിട്ടുള്ള ബന്ധം, ഉദിപ്പിനെ സംരക്ഷിക്കുക, ഒപ്പം ഉദിപ്പിനെതിരെ നിന്ന ആളിനെ ഇല്ലാതാക്കുക, അവിടെ മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗൂഢാലോചന അതിലേക്കാണോ പോയത്? മാത്രമല്ല ജിക്കുമോൻ്റെ അടക്കം ഇടപെടൽ അക്കാര്യത്തിൽ വന്ന സാഹചര്യത്തിൽ കൂടി പ്രജീഷ്, തീർച്ചയായും അതുതന്നെയാണ് ജോജി സൂചിപ്പിച്ച് വയ്ക്കുന്നതും അല്ലെങ്കിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടോമി കല്ലാനിയും അതുതന്നെയാണ്, മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തന്നെയാണ് ടോമി കല്ലാനിയും സൂചിപ്പിക്കുന്നത്. DCC അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജോജിക്കെതിരായിട്ടുള്ള കള്ളക്കേസുകൾ ഒഴിവാക്കുന്നതിന് മുഖ്യമന്ത്രിയുമായി നിരന്തരം താൻ സംസാരിച്ചിരുന്നു, ആഭ്യന്തരമന്ത്രിയുമായും താൻ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഉദിപ്പ് വർഗീസ് ഉള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇടപെടാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും അറിയാതെ നടക്കുകയില്ല എന്ന് ജോജി തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജോജി, ഒരുപക്ഷെ താങ്കളുടെ ശബ്ദരേഖ, ടോമി കല്ലാനിയുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിവാകേണ്ടതുണ്ട്. എന്താണ് ഒരു പക്ഷേ നീതി താങ്കൾക്ക് നിഷേധിക്കപ്പെട്ട സാഹചര്യം, ഒപ്പം കൂടുതൽ വേട്ടയാടപ്പെടുന്നതിന് അല്ലെങ്കിൽ വേട്ടയാടലിന് താങ്കൾ വിധേയനാവുകയാണോ? ഇതിൽ ഉദിപ്പ് വർഗീസിന്റെ ഇടപെടലാണോ ഇത്തരം സാഹചര്യത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ? അതെ. എന്താണ് ഒരു പക്ഷേ താങ്കൾ പറയുന്ന ഈ വേട്ടയാടൽ? അവിടെ താങ്കൾ വളരെ വേട്ടയാടൽ എന്ന് പറഞ്ഞാല് കള്ളക്കേസുകളുടെ ഒരു പ്രളയമായിരുന്നു എന്റെ പേരിൽ. ഇതൊന്നും വേണ്ട. ഇന്നലെ കോടതിയിലുണ്ടായ ഒരു സംഭവം പറയാം. പറഞ്ഞോളൂ.
ഇന്നലെ കോടതിയിലുണ്ടായ സെഷൻസ് കോടതിയിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാല് ഉതുപ്പ് വർഗീസ് ഇന്നലെയും ആബ്സെന്റ് ആണ്. ഉതുപ്പ് വർഗീസിന്റെ പേര് പ്രൊക്ലമേഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്നലെ. അതായത് അവന്റെ സ്വത്തുവകൾ മുഴുവൻ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊക്ലമേഷൻ വാറന്റാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കോടതി റിപ്പോർട്ട് ഈസ്റ്റ് CI AJ തോമസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഉതുപ്പിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആ റിപ്പോർട്ട് വ്യാജമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. CBIയുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് എനിക്കറിയാമത്. അങ്ങനെ CBI പറയത്തില്ല എന്നെനിക്കറിയാം. വേറെ അവരുടെ ഭാഗത്തുനിന്നൊന്നും പറയത്തില്ല. കാര്യം CBI അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്ത ഒരാളെ CBI എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്? അവിടെ ഈ ഉതുപ്പുമായി മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണോ കാര്യങ്ങൾ ഇത്രത്തോളം പോകുന്നത്? കാരണം CBI പോലും മറ്റ് കേസുകൾ, മറ്റ് കേസുകൾ, തട്ടിപ്പ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള തുടർ നടപടികളായി പോകുമ്പോഴും ഉതുപ്പ് സ്വൈര്യമായി വിഹരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നോക്കുമ്പോൾ ആ ബന്ധം തന്നെയാണോ? ആ ബന്ധം തന്നെ 100%. കാര്യം കോട്ടയത്തെ പോലീസിലെ ഉന്നതരെ ഉതുപ്പ് പറയുന്നവരെയാണ് നിയമിക്കുന്നത്. കോട്ടയം DYSP അജിത്ത് എന്ന് പറയുന്നയാള് ഉതുപ്പിന് ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം കോട്ടയത്ത് ചാർജ് എടുത്ത DYSP. ഇപ്പൊ ഇരിക്കുന്ന CI, ഈ CIയെ ആദ്യം ഇവിടെ നിയമിച്ചത് ടോമി കല്ലാനിയുടെ കത്തുപ്രകാരം. ഈ ടോമി കല്ലാനി സാറിന്റെ കത്തുപ്രകാരം തന്നെയാ. അത് കഴിഞ്ഞ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ മാറ്റി. അപ്പം ആഭ്യന്തര വകുപ്പിനും മേളിൽ നിന്നുള്ള കത്തുമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് ആരുടെ കത്താന്ന് ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതെ, ആ CI ജോജിക്ക് സഹായം ചെയ്യുവോ ഉതുപ്പിന് സഹായം ചെയ്യുവോ? തന്നെയുമല്ല, ഉതുപ്പ് ഒളിയിൽ പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് 1.5 മണിക്കൂർ നേരെ ഈസ്റ്റ് പോലീസിൽ വന്ന് CIയുമായിട്ട് സംസാരിച്ചു. ഈസ്റ്റ് പോലീസിലെ ഉദ്യോഗസ്ഥർ എന്നെ അന്നേരം വിളിച്ചറിയിച്ചു, ജോജി ഉതുപ്പ് CIയുടെ ഓഫീസിലുണ്ട്. ഞാൻ പറന്നവിടെ ചെന്നു, CIയെ കൈ കാണിച്ചു. പിന്നെ ഞാൻ പരാതി കൊടുത്തു. ഇതുപോലെ സംഭവം ഇവൻ ഒളിയിൽ പോയ ശേഷം ഞാൻ പരാതി കൊടുത്തു കോട്ടയം SPക്ക്. ആ പരാതി DYSP അജിത്ത് തന്നെയാണ് മുക്കിയേക്കുന്നത്. പരാതിയുടെ കോപ്പി വല്ല എന്നോട്. ഇതാണ് കോട്ടയത്ത്. ആഭ്യന്തര വകുപ്പിന് നേരിട്ട് കോട്ടയത്ത് യാതൊരു റോളും ഇല്ല. കോട്ടയത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുതുപ്പള്ളി വീട്ടിലുള്ള ഉതുപ്പിന്റെ ശിങ്കിടികൾ. ഉമ്മൻചാണ്ടി സാറിന് ഞാൻ എടുത്തു പറയുന്നില്ല. പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ജിക്കു, നിബു, സുരേന്ദ്രൻ, ബിജു ചുരമുള്ളി എന്നിവരാണ് കോട്ടയത്തെ പോലീസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അവിടെ ഈ ടോമി കല്ലാനിക്കടക്കം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഉതുപ്പിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നത് താങ്കളെ വേട്ടയാടുന്നു. ഇതും DCC അധ്യക്ഷൻ അടക്കം ഇത് കാര്യങ്ങൾ ബോധ്യമാണ്. ബോധ്യമുണ്ട്. അദ്ദേഹം നിസ്സഹായനാണ്. അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് തൊട്ട് കേട്ടില്ലേ, ഇവനൊക്കെ കാശ് കിട്ടിയാൽ എന്തൊക്കെയാ ചെയ്യുമെന്നുള്ളത്. അവിടെ തൊട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ എല്ലാവരും. ഒരു കുടുംബം ഇല്ലാതാക്കുന്നവന്മാർ, ഒരു കുടുംബം. എനിക്ക് ജീവിക്കണ്ടേ, എന്നെ ജീവിക്കാൻ അനുവദിക്കുമാര്. ഉമ്മൻചാണ്ടി സാർ നല്ലവനായ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം 25 വർഷം ടോമി കല്ലാനി പറയുന്നതല്ലോ, 25 വർഷം നീ കൂടെ നടന്ന നിന്റെ നേതാവല്ലേ? അതിൽ കൂടുതൽ എന്താ ആൾക്കാർക്ക് ഉതുപ്പിന്റെ കിട്ടുന്നത്? ഏതായാലും ആ ഒരു പരിചയമൊക്കെ വെച്ച് താങ്കൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയോ ചെയ്തിരുന്നുവോ? കാണുകയല്ല, കരഞ്ഞാ പറയുന്നത്. കേൾക്കാൻ പുള്ളിക്ക് നേരെ ഇല്ലെന്നേ ഉള്ളൂ. പുള്ളിക്ക് കേൾക്കണേ ഉതുപ്പിനെ പോലെയുള്ള മുതലാളി. ആ മുതലാളിയല്ലല്ലോ, ഞാൻ തീരെ പാവപ്പെട്ടവനല്ലേ. ഇനി എന്താണ് ഒരു പക്ഷേ ജോജി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? കാരണം ഈ അവസ്ഥയിലേക്ക് താങ്കൾ TV പറയുന്നു ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ഇവിടെ റെയ്ഡ് വരാൻ സാധ്യതയുണ്ട് എന്റെ വീട്ടില്. അതാണ് ഉതുപ്പ്. വെളിയിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെയാണ് അവന്റെ സഹായികൾ. യെസ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന് ജോജി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ടോമി കല്ലാനി, അതിന്റെ സാഹചര്യം ആണ് ദിനകർ നൽകിയത്.